ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻസിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്യൂച്ചേഴ്സാണ്. പേജ് നമ്പർ 153-ൽ 4 ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഫോർവേഡ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്യൂച്ചേഴ്സ് എന്താണെന്നുള്ളതാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഫോർവേഡ് പോലെ തന്നെയുള്ളൊരു കോൺട്രാക്റ്റാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഈസ് എ റിഫൈൻഡ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ തന്നെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഫോമാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈങ് അസറ്റ് ഫോർ ആൻ എഗ്രീഡ് പ്രൈസ് അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കമ്മോഡിറ്റി ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് ആവാം. അത് എഗ്രീഡ് പ്രൈസിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാമെന്നും പറഞ്ഞിട്ട് എഗ്രി ചെയ്യുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫോർവേഡ് പഠിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു പഠിച്ചത്. ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റ് ഫ്യൂച്ചർ ഡേറ്റിൽ സ്പെസിഫിക് പ്രൈസിൽ വാങ്ങുകയോ വിൽക്കാം എന്നും പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റാണ്. പക്ഷേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഫോർവേഡുകൾ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ചിട്ടായിരുന്നു ട്രാൻസാക്റ്റ് ചെയ്യുന്നത്. വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാമെന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡ് പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇതിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് ആയുള്ള ടേംസും കണ്ടീഷൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബോത്ത് ദ പാർട്ടീസ്, അതായത് ബയ്യറും സെല്ലറും ഈ ഒരു കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ള കാര്യം കൂടി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർവേഡ് കോൺട്രാക്റ്റിൽ നിന്നുള്ള വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആയി കഴിയുമ്പോഴത്തേനും സ്ട്രൈക്ക് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ളൊരു ഡിഫറൻസ് പേ ചെയ്തുകൊണ്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അതല്ലാതെ അണ്ടർലൈങ് ആയിട്ടുള്ള അസറ്റ് അവർ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചറാണ്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റാൻഡർഡൈസ്ഡ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴി നടത്തുന്ന ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. അതിന് കുറേ ടേംസും കണ്ടീഷൻസൊക്കെ ഉണ്ട്. അതെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ ഫിക്സ് ചെയ്യുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഡെലിവറി ടേംസ്, ഡെലിവറി ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സ്റ്റാൻഡർഡൈസേഷൻ വരുത്തിയിരിക്കുന്നത്. ഈ ഒരു എഗ്രിമെൻറ്റിൽ ഒരു തവണ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മോഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അടുത്ത ഫീച്ചറാണ് നോൺ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് പാർട്ടീസ് അവിടെ ഡൗൺ പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവർക്ക് ഒരു ഡെപ്പോസിറ്റ് അവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ മാർജിൻ മണി ആയിട്ടാണ് ഇവർ പേ ചെയ്യുന്നത്. അതായത് ഇവരുടെ അസറ്റിൻ്റെ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ ഒരു 13% ആയിരിക്കും അവിടെ ഇനീഷ്യൽ മാർജിൻ മണി ആയിട്ട് പേ ചെയ്യുന്നത്. ഈ ഇനീഷ്യൽ മാർജിൻ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കോൺട്രാക്റ്റ് ഇവർ ഓണർ ചെയ്യും, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അവർ പെർഫോം ചെയ്യും എന്നുള്ള ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ടാണ് പേ ചെയ്യുന്നത്. തേർഡ് വണ്ണാണ് ലിക്വിഡിറ്റി. ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴി ട്രാൻസാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിക്വിഡിറ്റി കൂടുതലാണ്. ഇവിടെ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് ഒരു കൗണ്ടർ പാർട്ടി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് വ്യക്തികളും ഈ കോൺട്രാക്റ്റിനെ ഓണർ ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീഫോൾട്ടിൻ്റെ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അടുത്ത ഫീച്ചർ സെക്കൻഡറി മാർക്കറ്റ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഓർഗനൈസ്ഡ് മാർക്കറ്റ് വഴിയാണ് ഡീല് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ പോലെയല്ല ഫ്യൂച്ചർ കോൺട്രാക്റ്റിനൊരു സെക്കൻഡറി മാർക്കറ്റ് അവിടെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ്. ട്രാൻസാക്ഷൻസൊക്കെ ഡെയിലി ബേസിസിൽ തന്നെ സെറ്റിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാർജിൻസ് ഈ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് റിക്വയർഡ് ആണ്. അസറ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് മാത്രം, അതായത് സ്ട്രൈക്ക് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് പേ ചെയ്താലും മതി. പ്രൈസ് ഡിഫറൻസ് മാത്രമാണ് സെറ്റിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെഡ്ജിങ്. ഫ്യൂച്ചറിലെ പ്രൈസ് ഫ്ലക്ച്വേഷൻ മൂലം ഉണ്ടാകുന്ന ആ ഒരു റിസ്കിൻ്റെ അകത്തുനിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
നെക്സ്റ്റ് സിമെട്രിക്കൽ ഗെയിൻ ഓർ ലോസ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഫോർവേഡ് കോൺട്രാക്റ്റ് പോലെ തന്നെയാണ് സിമെട്രിക്കൽ ഗെയിൻ അല്ലെങ്കിൽ സിമെട്രിക്കൽ ലോസ് ആണ് വരുന്നത്. അതായത് ഒരാളുടെ ലോസ് എന്ന് പറയുന്നത് അടുത്ത ആളുടെ പ്രോഫിറ്റ് ആയിരിക്കും. അടുത്തത് നോൺ ഡെലിവറി ഓഫ് ദ അസറ്റ്. ഇപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൽ മെച്യൂരിറ്റി ഡേറ്റിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള അസറ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ പ്രൈസ് ഡിഫറൻസ് മാത്രമേ ഇവർ അങ്ങോട്ട് മെച്യൂരിറ്റി ഡേറ്റിൽ ഇവർ പേ ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് മാർജിൻസ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ കൗണ്ടർ പാർട്ടി ഡീഫോൾട്ട്, അതായത് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഡീഫോൾട്ട് വരുത്തുക എന്ന് പറയുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു കേസാണ്. അതായത് ലോ ലെവൽ ഓഫ് ഡീഫോൾട്ടാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾക്ക് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അവരൊരു മാർജിൻ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു മാർജിൻ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മാർജിൻ എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് മാർജിൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇനീഷ്യൽ മാർജിൻ. ഇനീഷ്യൽ മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ടാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത്. അത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ 7.5% മുതൽ 15% വരെ ആയിരിക്കും. രണ്ടാമത്താണ് മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത് ഇവരുടെ മാർജിൻ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മിനിമം എമൗണ്ടാണ് മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത്. അത് ഇനീഷ്യൽ മാർജിനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. തേർഡ് വണ്ണാണ് വേരിയേഷൻ മാർജിൻ. വേരിയേഷൻ മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിൻ അക്കൗണ്ടിലെ ബാലൻസ് എപ്പോഴെങ്കിലും മെയിൻ്റനൻസ് മാർജിനേക്കാളും താഴ്ന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇനീഷ്യൽ മാർജിൻ ലെവൽ വരെ എത്തിക്കാനായിട്ട് ഇവർ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എക്സ്ട്രാ എമൗണ്ടാണ് വേരിയേഷൻ മാർജിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ് പ്രോസസ്സാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെല്ലാം സാധാരണ മെച്യൂരിറ്റി ഡേറ്റ് വരെ ഇവർ ഹെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കലി അതൊരു ഡേ ടു ഡേ ബേസിസിൽ സെറ്റിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് മാർക്കറ്റ് ടു മാർക്കറ്റാണ്. അതിൻ്റെ പ്രോഫിറ്റും ലോസും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഡെയിലി ബേസിസിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് വരെയും അതിൻ്റെ ഡെയിലി ബേസിസിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയാണെന്നുള്ളത് അതിലേർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അറിയാനായിട്ട് സാധിക്കും. ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസുമാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അവിടെ കിടക്കാൻ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് മാർജിൻ അക്കൗണ്ടിലേക്കാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ മാർജിൻ അക്കൗണ്ടിൽ ഇനീഷ്യൽ മാർജിനേക്കാളും എമൗണ്ട് താഴ്ന്നു വരും. അപ്പോൾ അത് മെയിൻ്റനൻസ് മാർജിനിൽ വരും. അപ്പം മെയിൻ്റനൻസ് മാർജിനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ് അതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ഇടപെടും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ആളുടെ അക്കൗണ്ടിലാണോ മെയിൻ്റനൻസ് ലെവലിലും താഴ്ന്ന എമൗണ്ട് വന്നാൽ അയാൾ വീണ്ടും അക്കൗണ്ടിലേക്ക് എമൗണ്ട് അഡീഷണൽ ഫണ്ട് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും നമുക്ക് ഈ ട്രാൻസാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ആ ഒരു ഡേയിൽ ബുക്ക് ചെയ്ത പ്രൈസിൻ്റെ അത്രയും ലിമിറ്റ് ചെയ്യപ്പെടും. ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുമെന്നുള്ള കാര്യം കൗണ്ടർ പാർട്ടി ഗ്യാരണ്ടി നൽകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അവിടെ ഡീഫോൾട്ട് റിസ്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ചാണ് ബോൺ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിനെ വെച്ചിട്ടോ മെറ്റൽസ്, മിനറൽസ്, പെട്രോളിയം അങ്ങനെയുള്ള എന്ത് പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും കമ്മോഡിറ്റീസ് ആയിട്ട്. ഇനി ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഇൻട്രസ്റ്റ് റേറ്റിനെയൊക്കെ നമുക്ക് അണ്ടർലൈങ് അസറ്റായിട്ട് വെക്കാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് നമുക്ക് കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നോക്കാം. പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സും ട്രേഡേഴ്സും കൺസ്യൂമേഴ്സൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലമാണ്. അപ്പോൾ പ്രൈസ് അഡ്വേഴ്സായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ആൾക്കാരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. ഒരുപാട് റിസ്ക് അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു റിസ്കിനെ അവോയ്ഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മോഡിറ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കമ്മോഡിറ്റീസിന് അണ്ടർലൈങ് അസറ്റായിട്ട് വെച്ചുകൊണ്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ഷുഗർ, വീറ്റ്, റബ്ബർ, ഗോൾഡ്, ബാർലി, കോട്ടൺ, സോയാബീൻ, ഗ്വാർ സീഡ്, പൊട്ടറ്റോ അങ്ങനെ എന്തിനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അണ്ടർലൈങ് അസറ്റായിട്ട് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എഗ്രി ചെയ്യുന്ന അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ
പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെൻ്റാണ് കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്ന കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് എഗ്രിമെൻ്റാണ്. ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. രണ്ടാമത്തത് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകൾ, ഇതിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻസസ്, അതായത് സ്പെസിഫിക്കേഷൻസ് ഓഫ് ഫീച്ചേഴ്സ്, അതായത് സൈസ്, ക്വാളിറ്റി, ഡെലിവറി ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. തേർഡ് വൺ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കൗണ്ടർ പാർട്ടിയാണ്. ഈ ട്രാൻസാക്ഷൻ നടക്കുമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന വ്യക്തിയാണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പം ബയ്യറും സെല്ലറും ഒരു സർട്ടൈൻ മാർജിൻ ഇവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ക്ലിയറിംഗ് ഹൗസിലേക്ക്. അപ്പോൾ അതവർ പെർഫോം ചെയ്യും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മാർജിൻ എമൗണ്ട് അവർ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നെക്സ്റ്റ്, കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഡേറ്റിൽ ഒന്നുകിൽ ഫിസിക്കൽ ഡെലിവറി നടത്തിക്കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് സെറ്റിൽമെൻറ്റ് നടത്തിയോ ചെയ്യാനായിട്ട് സാധിക്കും. മെയിനായിട്ടും ക്യാഷ് സെറ്റിൽമെൻറ്റ് ആണ് നടത്തുന്നത്. അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇവർ സാധാരണ ട്രാൻസാക്ഷൻസ് നടത്താറുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ അല്ലെങ്കിൽ റെക്കഗ്നേഷനുള്ള കമ്മോഡിറ്റീസ് മാത്രമേ ഈ ഒരു ഫ്യൂച്ചർ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻസിൽ അണ്ടർലൈങ് അസറ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ ആണ്. ഓർഗനൈസ്ഡ് ഫ്യൂച്ചർ മാർക്കറ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബോംബെ കോട്ടൺ ട്രേഡ് അസോസിയേഷൻ ലിമിറ്റഡ് ആണ് 1875. കോട്ടൻ്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റുകളാണ് അതിൻ്റെ അകത്ത് ട്രേഡിങ്ങിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഓയിൽ സീഡ്, ഫുഡ് ഗ്രെയിന്, ഗ്രൗണ്ട്നട്ട് ഓയിൽ, റോ ജൂട്ട് ഗുഡ്സ്, കാസ്റ്റർ സീഡ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. ഇപ്പം നിലവിൽ 21 റെക്കഗ്നൈസ്ഡ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളുണ്ട്. അപ്പോൾ അതിൽ 5 നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളാണ്. അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇവിടെ ഒരു ടേബിളായിട്ട് കാണിച്ചിട്ടുണ്ട്. കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകൾ 5 പിന്നെ കമ്മോഡിറ്റി സ്പെസിഫിക് റീജിയണൽ എക്സ്ചേഞ്ചുകളും ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. 21 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ആ 21 5 നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളാണെന്നുള്ളത് പറഞ്ഞു. അതിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 നമുക്കവിടെ പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, MCX. MCX എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് കമ്മോഡിറ്റി ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ആണ് മാർക്കറ്റ് ഷെയറിൻ്റെ കാര്യത്തിൽ. അതുകൂടാതെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിലെ ഫസ്റ്റ് ലിസ്റ്റഡ് എക്സ്ചേഞ്ചുമാണ്. അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2003 നവംബറിലാണ്. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ്, SBI, പിന്നെ SBIയുടെ അസോസിയേറ്റ്സ്, നബാർഡ്, NSE, HDFC ബാങ്ക്, SBI ലൈഫ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെയാണ്. MCXൽ നമുക്ക് ഓൺലൈൻ ട്രേഡിംഗ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. MCX എന്ന് പറയുന്ന ഒരു നാഷണൽ റീച്ചുള്ള എക്സ്ചേഞ്ചാണ്. അതായത് 2100 ട്രേഡിംഗ് മെമ്പേഴ്സും മോർ ദാൻ 4 lakh ട്രേഡിംഗ് ടെർമിനൽസും 1900 സിറ്റീസിലും ടൗൺസിലുമൊക്കെ ആയിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ് MCX എന്ന് പറയുന്നത്. ട്രേഡ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളുടെ വാല്യൂവിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ 89% MCX വഴിയാണ് നടക്കുന്നത്. വേൾഡിലെ 7th ലാർജസ്റ്റ് കമ്മോഡിറ്റി ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ആണ് MCX എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഈ ഒരു MCX വഴി ട്രാൻസാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം പോലെയുള്ളതും പിന്നെ മെറ്റൽസ്, എനർജി പ്രോഡക്റ്റുകൾ, ഓയിൽ സീഡ്സ്, ഫൈബർ, സെറൽസ്, സ്പൈസസ്, പൾസസ്, ആൽമണ്ട്, പൊട്ടറ്റോ ഇതെല്ലാം അവിടെ ട്രേഡ് ചെയ്യുന്നവയാണ്. അടുത്താണ് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്, NCDEX എന്ന് പറയുന്നത്. ഇതൊരു നാഷണൽ ലെവലിലുള്ള ഡീമ്യൂച്വലൈസ്ഡ് ഓൺലൈൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. 2003 ഇതിൻ്റെ ഓപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വേൾഡ് ക്ലാസ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. NCDEXൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് LIC, നബാർഡ്, NSE ഒക്കെയാണ്. നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഏക കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ് NCDEX എന്ന് പറയുന്നത്. വോളിയം ഓഫ് ട്രേഡിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റിൽ 2nd പൊസിഷനിൽ നിൽക്കുന്ന മാർക്കറ്റ് എക്സ്ചേഞ്ച് ഇതാണ്.
പലതരത്തിലുള്ള അഗ്രികൾച്ചറും നോൺ അഗ്രികൾച്ചറും ആയിട്ടുള്ള കോൺട്രാക്റ്റുകളുടെ ട്രേഡിങ് NCDEX-ൽ പോസിബിളാണ്. അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ കോൺട്രാക്റ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്താണ് ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ് ICEX എന്ന് പറയുന്നത്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ ഒരു നേഷൻ വൈഡ് ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് കമ്മോഡിറ്റീസ് മാർക്കറ്റാണ് ICEX എന്ന് പറയുന്നത്. അതായത് MCX-ഉം NCDEX-ഉം കഴിഞ്ഞിട്ട് 3rd പൊസിഷനിൽ നിൽക്കുന്ന ICEX ആണ്. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് MMTC ലിമിറ്റഡ്, ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡ്, ക്രിപ്കോ, IDFC ബാങ്ക്, റിലയൻസ് ക്യാപിറ്റൽ, പിന്നെ ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ മാത്രമല്ല ഡയമണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളും ICEX ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞായിരുന്നു ഇതിൻ്റെ രണ്ടിനകത്ത് ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഫോർവേഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. നമുക്ക് അതിൻ്റെ ഡിഫറൻസസ് പോയിൻ്റായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വണ് ടൈലർ മെയ്ഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ടൈലർ മെയ്ഡ് കോൺട്രാക്റ്റ് ആണ്. അതായത് അതിൻ്റെ അകത്തെ ക്വാണ്ടിറ്റി, പ്രൈസ്, പീരിയഡ്, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പാർട്ടീസ് അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഹൈലി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. അതിലെ ടേംസ് എല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളതാണ്. അതൊക്കെ തീരുമാനിക്കുന്ന എക്സ്ചേഞ്ചുകളും കൂടെ കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത്. അടുത്ത സെക്കൻഡ് വൺ സെക്കൻഡറി മാർക്കറ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റ് കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആക്റ്റീവായിട്ടുള്ളൊരു സെക്കൻഡറി മാർക്കറ്റ് ഇല്ല, സെക്കൻഡറി മാർക്കറ്റ് ഒട്ടുമില്ല. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. തേർഡ് വണ്ണാണ് സെറ്റിൽമെൻറ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഡേറ്റിലാണ് സെറ്റിൽ ചെയ്യുന്നത്. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ സെറ്റിൽ ചെയ്തു പോകുന്നുണ്ട്. മെച്യൂരിറ്റി ഡേറ്റ് അവിടെ ബാധകമല്ല. മാർക്കറ്റ് ടു മാർക്കറ്റ് ഓൺ എ ഡെയിലി ബേസിസ് ആണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഓപ്പറേഷൻ പ്രോസസ്സാണ്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറിയുടെ ഹെൽപ്പോടു കൂടിയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ പേയ്മെൻറ്റ് ഓഫ് മണിയാണ്. ഈ കോൺട്രാക്റ്റും പാർട്ടീസ് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർവേഡ് കോൺട്രാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു അവരൊരു മാർജിൻ മണി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആ മാർജിൻ മണി എന്ന് പറയുന്നത് ഇവരത് പെർഫോം ചെയ്യും എന്നുള്ളത് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനൊരു കൊളാട്രൽ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നതാണ് ആ മാർജിൻ മണി എന്ന് പറയുന്നത്. സിക്സ്ത് വണ്ണാണ് ഡെലിവറി ഓഫ് ദ അസറ്റ് എന്ന് പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റിലാണെന്നുണ്ടെങ്കിൽ മച്യൂരിറ്റി ഡേറ്റിൽ ആ ഒരു അസറ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കും. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണെന്നുണ്ടെങ്കിൽ അസറ്റ് ഇവർ കൈമാറ്റം ചെയ്യുന്നില്ല. അതിന് പകരം പ്രൈസ് ഡിഫറൻസ് എത്രയാണോ അത് മാത്രമേ ഇവർ ഫ്യൂച്ചർ ഡേറ്റിൽ ട്രാൻസാക്റ്റ് ചെയ്യുന്നുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അടുത്തത് ഫോർവേഡും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ ടേബിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പോയിൻ്റൊക്കെ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നേച്ചർ ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കോൺട്രാക്റ്റ് ടൈലർ മെയ്ഡ് ആണ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഫോർവേഡ് കോൺട്രാക്റ്റിന് മാർക്കറ്റ് ഇല്ല, OTC കോൺട്രാക്റ്റുകളാണ്, ഓവർ ദ കൗണ്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയല്ല. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ട്രാൻസാക്റ്റ് ചെയ്യുന്നത്. പിന്നെ സെറ്റിൽമെൻറ്റ് ഡേറ്റ് ഫോർവേഡ് കോൺട്രാക്റ്റിലാണെന്നുണ്ടെങ്കിൽ മച്യൂരിറ്റി ഡേറ്റിലാണ് സെറ്റിൽ ചെയ്യുന്നത്. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഡെയിലി സെറ്റിൽമെൻ്റ് ആണ്. പിന്നെ ഫോർവേഡ് കോൺട്രാക്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സെറ്റിൽമെൻ്റ് ആണ് നടത്തുന്നത്. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ് മെയിനായിട്ട് നടത്തുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഇൻ്റർമീഡിയറി എന്ന് പറയുന്ന ബാങ്കുകളാണ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകളാണ്. ഫോർവേഡ് കോൺട്രാക്റ്റിലെ പേയ്മെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് ഒന്നും നടത്തുന്നില്ല. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണെന്നുണ്ടെങ്കിൽ മാർജിൻ മണി അവിടെ പേ ചെയ്യുന്നുണ്ട്. റിസ്ക് എന്ന് പറയുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്, പെർഫോം ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ റിസ്ക് വരുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കൗണ്ടർ പാർട്ടി റിസ്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചസ് ആണ് അത് ബിയർ ചെയ്യുന്നത്. അടുത്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മിനിമൈസേഷൻ ഓഫ് റിസ്ക്.
ഫോർവേഡ് കോൺട്രാക്റ്റും ഫ്യൂച്ചർ കോൺട്രാക്റ്റും രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് റിസ്കിനെതിരെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അവിടെ റിസ്ക് വരുന്നുണ്ട്. ആ റിസ്കിനെതിരെ പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ള ബേസിസിലാണ് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. സെക്കൻഡ് വൺ, നോ ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അസറ്റ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് വരുന്ന കോസ്റ്റാണ് അതിൻ്റെ ഇൻഷുറൻസ്, ഗോ ഡൗൺ ചാർജ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയവ. നമ്മളൊരു സാധനം നേരത്തെ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിലവൊക്കെ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മളത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിലവുകളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലും ഫോർവേഡ് കോൺട്രാക്റ്റിലും നമ്മൾ ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് വണ്ണാണ് പ്രോപ്പർ പ്ലാനിങ്. വ്യക്തികൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോൾ മേടിക്കണം അല്ലെങ്കിൽ എപ്പോൾ വിൽക്കണം എന്നുള്ള അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്യൂച്ചറിലാണ് നീഡ് വരുന്നതെന്നുണ്ടെങ്കിൽ അന്നത്തേന് പർച്ചേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അന്നത്തേന് വിറ്റാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. പ്ലാൻ ചെയ്ത് ബൈ ഓർ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വണ്ണാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. പോർട്ട്ഫോളിയോ മാനേജേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഈ ഒരു ഡിവൈസ്, അതായത് ഫോർവേഡ് കോൺട്രാക്റ്റും ഫ്യൂച്ചർ കോൺട്രാക്റ്റും ഫ്യൂച്ചർ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എതിരായിട്ടുള്ള ഒരു ഹെഡ്ജായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് പോസിബിൾ ആയിട്ടുള്ള റിസ്ക്, അതായത് ഭാവിയിൽ വരുമെന്നവർ പ്രതീക്ഷിക്കുന്ന റിസ്ക് ഉണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടി അവർക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റാണ് ക്യാഷ് മാനേജ്മെൻറ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റിലും ഫ്യൂച്ചർ കോൺട്രാക്റ്റിലും ഡൗൺ പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ക്യാഷ് അവർക്ക് വേറെയുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി അവർക്ക് എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് പോസിബിളാണ്. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റാണ് ഫ്യൂച്ചറും ഫോർവേഡ് കോൺട്രാക്റ്റുകളും. ഇതിൻ്റെ അകത്ത് ഏർപ്പെടുന്ന പാർട്ടീസിന് അവർ പ്രിഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ പൊസിഷൻസ് ക്ലോസ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് അണ്ടർലൈങ് അസറ്റ് കൈമാറ്റം ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ആ നെറ്റ് ഡിഫറൻസ് ഇവർ കൈമാറ്റം ചെയ്താലും മതി. അതുകൊണ്ട് കൂടുതൽ ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമ്മൾ രണ്ടെണ്ണമാണ് പഠിച്ചത്, ഫോർവേഡ് കോൺട്രാക്റ്റും ഫ്യൂച്ചർ കോൺട്രാക്റ്റും അതിൻ്റെ ഡിഫറൻസും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.